ഇനിയും ഈ മഴ 5 ദിവസം കൂടി ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കെടുതികൾ ഇനിയും നേരിടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്താണ് മഴയുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്? ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലും തെക്കൻ കേരളത്തിലും എങ്ങനെയാണ് മഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇടം കൂടിയാണോ? ജിൽസി, സാധാരണഗതിയിൽ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ കാര്യമായ തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയും സമാനമായിരുന്നു അവസ്ഥ. പക്ഷെ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ഒക്കെയായി തന്നെ ചാറ്റൽ മഴയാണ് ഉണ്ടായിരുന്നത്. കാര്യമായ മഴ പെയ്തില്ല. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് മഴ പെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലൊന്നും നഗരത്തിൽ വെള്ളക്കെട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷേ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 5 ദിവസം സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതായത് ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണ് ഇപ്പോൾ ഉള്ളത്. ഇത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ പുതുതായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് നാളത്തോടുകൂടി തീവ്ര ന്യൂനമർദ്ദമായി മാറും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത 5 ദിവസം ഇടിയോട് കൂടിയ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരുപക്ഷെ നീളാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുത്, ഒപ്പം തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിർദ്ദേശം വരും മണിക്കൂറുകളിൽ മാറാനുമുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ അലർട്ടിലും മാറ്റം വരും. ഓറഞ്ച് എന്നുള്ളത് റെഡ് ആകും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി ഇപ്പോൾ മുന്നിൽ കാണേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും മണിക്കൂറുകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വരും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ച് മണിയാർ ബാരേജിന്റെ ഷട്ടർ ഉയർത്തുകയാണ്. പമ്പ കക്കാട്ടാറിൽ ഇതുമൂലം 1 മീറ്റർ വരെ ഉയരത്തിൽ ജലനിരപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ഉയരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. കൊല്ലം ജില്ലയിലും സമാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അവിടെ യെല്ലോ അലർട്ട് ആണ് എന്നുള്ളത് മാത്രമാണ് തൽക്കാലം ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ നൽകാൻ കഴിയുമെന്നുള്ളതാണ്.